പറഞ്ഞത്. എന്താണ് ഇത്? എന്താണ് ന്യായം? അനീതിയാണ് നടക്കുന്നത്. സുമേഷ്, വിനോദ്. ഇവിടെ എന്ത് തരം അനീതിയാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ ഇന്ന് വെളിപ്പെടുത്തുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ടു ദാനിഷ് ടോക്സ്. ഇന്ന് നല്ല കിടിക്കാച്ച് വ്ലോഗ് ആയിരിക്കും. നമ്മള് കലോത്സവത്തിന്റെ പരിപാടിയും കാര്യങ്ങളും ഒന്നും അല്ല നമ്മളെ വ്ലോഗിൽ അറിയാൻ പോകും. നമ്മളിത് റിയാലിറ്റി ഓഫ് എ കലോത്സവം. നമ്മുടെ കലോത്സവത്തിന് വന്നിട്ട് കളക്ഷൻ ഒക്കെ ഉണ്ടോ? ജില്ലാതല കലോത്സവത്തിന് വന്നിട്ട് പരിപാടി അവിടെ നിൽക്കട്ടെ. അടി ഇന്ന് ഉണ്ടാവോ? അടിയോ അത് ഇവിടെ ഉള്ളവരെ തമ്മിൽ ചിലപ്പോ ഉണ്ടാവും, അല്ലാണ്ട് പരിപാടിയൊന്നുമല്ല. ഡാനിഷ് ടോക്സ് എന്ന ബ്ലോഗർക്ക് കോമ്പറ്റീഷൻ ഒരുപാടുണ്ടെന്ന് നമുക്കറിയാം. നമ്മുടെ മുന്നിൽ തന്നെ ഇതാ കോമ്പറ്റീഷൻ. ഇവരിതാ ഇവിടെ ക്യാമറയും പിടിച്ച് എന്നെ പോലെ തന്നെ വ്ലോഗിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരവിടെ ക്വിസും പരിപാടികളൊക്കെയാണ്. ആസ് യു കൻ സീ, ഗിഫ്റ്റ് കിട്ടി. വെരി നൈസ്. ക്യാമറ വാങ്ങാൻ പൈസ ഇല്ലായിട്ടോ, പക്ഷെ നമ്മൾ ഉള്ളത് വെച്ച് ഓണം പോലെ എന്ന് പറയൂലേ. ഒരു 12 Pro Max ഉണ്ട്, Pro Max അല്ല സോറി 12 ഉണ്ട്. അതിന് ഡിസ്പ്ലേ പോയതാണ്. പക്ഷെ എന്നാലും നമ്മൾ അത് വെച്ചിട്ട് വ്ലോഗ് എടുക്കും, പവർ ആക്കും. അതാണ് ഡാനിഷ് ടോക്സിന്റെ പവർ. പഠിപ്പി മനൂസ്. അപ്പം ഗിഫ്റ്റ് കിട്ടി. തൊപ്പില്ലേ? 2 തൊപ്പി ഗിഫ്റ്റ് കിട്ടി. പത്തനംതിട്ടന്ന് വ്ലോഗ് എടുക്കാൻ വരുന്ന ആൾക്കാരാണ്. എന്നാ രണ്ടാളും ആ തൊപ്പി ഒന്നിട്ടെ. യെസ് ഗൈസ്, ഇതാണ് ഇവർക്ക് റിവാർഡ് കിട്ടി, തൊപ്പിയൊക്കെ ഇട്ട് രണ്ടാൾ ഹാപ്പിയാണ്. ഗൈസ്, ഇവിടെ വൻ സംഘർഷമാണ്. എന്താണ് സംഭവം? അടിയാണോ, കുത്താണോ, കൊലയാണോ, എന്താ നമുക്ക് നോക്കാം. ജഡ്ജ്മെന്റ് ഇരുന്നേ കലാഭവൻ സുമേഷ് എന്ന് പറഞ്ഞ പേര് ഇവിടുന്ന് സൈബർ സെല്ലിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവന്റെ ഫുൾ റെക്കോർഡ് കയ്യിൽ വരും. ഇവർ ഏത് സ്കൂളിലാണ്? തിരുവങ്ങൂർ സ്കൂളിൽ പ്രൈസ് കൊടുക്കാൻ മാത്രമായിട്ട് വന്നയാ ഈ സ്ഥലത്ത്. നമ്മൾ കാല് പിടിച്ചിട്ട് ഈ 5 ടീമോളം അപ്പീൽ ഇവിടെ കൊടുത്തു. ഇവർ ഇരുത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് രാവിലെ മീഡിയനെ വിളിച്ച് ടീച്ചേഴ്സും എല്ലാവരും വന്നു. ഇവര് കെഞ്ചി പറഞ്ഞു. ഇവരെ സ്കൂൾ മാത്രമേ ആ സ്കൂൾ മാത്രമല്ല, എല്ലാ 5 സ്കൂളാണ് നമ്മൾ വന്നിട്ട് പറഞ്ഞു. ഇവിടെ കംപ്ലൈന്റ് ഉണ്ട്, ഇവനെ ഇരുത്താൻ പാടില്ല. മണിപ്രസാദ്, സുമേഷ്, കലാഭവൻ സുമേഷ്, വിനോദ്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്ന് ജഡ്ജസ് ഒന്ന് ഫസ്റ്റ് ഇട്ട് ഒന്നിട്ട്. അപ്പൊ ബേസിക്കലി അനീതിയാണ് ഇവിടെ. അനീതി അല്ലാണ്ട് പിന്നെ നാട്ടിൽ മൊത്തം വിളിച്ചു പറഞ്ഞു ഇവരെ മാറ്റാൻ. കാല് പിടിച്ചു പറഞ്ഞു മാറ്റി. വേറെ ആരും ഇരുത്തിയൊരു സങ്കടമില്ല. എന്നിട്ട് പറഞ്ഞതുപോലെ ഫസ്റ്റ് കൊടുത്ത് ആ വീഡിയോ ഇറക്കുന്നുണ്ട്. തെറ്റി വീണ വീഡിയോ, ആ സ്കൂളിലെ മൈന് തെറ്റി വീണ വീഡിയോ ഉണ്ട്. എന്നിട്ട് ഫസ്റ്റ് കൊടുത്തതിന്. അപ്പൊ ഗൈസ്, നമുക്ക് ഫസ്റ്റ് വന്നത് ജെന്യൂൻ ആയിട്ടുള്ള നല്ല കുട്ടികൾ, എത്ര കഷ്ടപ്പെട്ട് കളിച്ചിന് കുട്ടികൾ. ഇത്ര ഡിയോ ആണെന്ന് ഉത്തരവാദി. ഡിയോ ആണെന്ന് എല്ലാ ഉത്തരവാദി. ആ ഡിയോ തന്നെയാ അപ്പിന് അടക്കം ചിലപ്പോൾ 5ാം സ്ഥാനം കിട്ടുന്നവാ. അപ്പൊ ഗൈസ്, ഇവിടെ ഫുള്ള് അനീതിയാണ് നടക്കുന്നത്. ഒരു ജഡ്ജിന്റെ ഒരു ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഒരു കണ്ടസ്റ്റന്റിനെതിരെയാണ് ഇപ്പം അനീതി ഇവര് പരാമർശിക്കുന്നത്. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം, എന്താണ് ഇതിന്റെ ബാക്കിലുള്ള സത്യം, എല്ലാം നമ്മൾ ഇന്ന് ഡാനിഷ് ടോക്സിൽ വെളിപ്പെടുത്തുന്നതായിരുന്നു. അപ്പൊ ഗൈസ്, ഇവര് ഡിഒ ആണ് പരാമർശിക്കുന്നത്. ഡിഒനെതിരെയാണ് എല്ലാവരും സംസാരിക്കുന്നത്. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യവും സത്യം, ഏത് സ്കൂളാണ് ഇത് അർഹിക്കുന്നത്? നമ്മൾ ഫൂട്ടേജ് പരിശോധിച്ചത് ബ്ലോഗിൽ നിന്ന് ആഡ് ചെയ്യുന്നു. മൈമിലെ കുട്ടികള് എന്താ പറയാനുള്ളത്? അതന്നെ ഇത് ഈ ജഡ്ജസിനെതിരെ 5-6 സ്കൂളോളം ഇവിടെ കംപ്ലൈന്റ് കൊടുത്തതാണ്. ഇവരെ മാറ്റണം, ഇവർ ഇരുന്നതിനെ ഗജ ഫ്രോഡുകളാണെന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്തതാണ്. എന്നിട്ട് ഇവര് മാറ്റാൻ ഇന്ന് ഇവർ ഇരുന്നതിന് ശേഷം ഇവിടെ ബാക്കി മൈമ് കുറച്ച് സമയം അവിടെ സ്റ്റക്കായി നിന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ട് കംപ്ലൈന്റ് കൊടുത്തു. എന്നിട്ട് ഇവരെ മാറ്റാൻ പറ്റിയില്ല. നമ്മളെല്ലാവരും ഏത് 5-6 ട്രെയിനേഴ്സ് ഉൾപ്പെടെ ആൾക്കാർ പറഞ്ഞ് അതേ ട്രെയിനറിന്റെ ഐറ്റത്തിൽ ഫസ്റ്റ് ഇവിടെ വന്നു. അത്രയും തട്ടിപ്പാണ് ഇവിടെ ഇപ്പൊ നടന്നോളൂ. ഇപ്പൊ അത്രയും തട്ടിപ്പാണ്. എന്റെ പേര് സജിൻ. അതായത് കലോത്സവത്തിന് നമ്മൾ ഇന്നലെ കൊടുത്ത 17 ആള് ജഡ്ജിന്റെ പേരാണ്. ആ 17 ആൾ ഇന്ന് ഇവിടെ വന്നിട്ട് ഇരുന്നിട്ടുണ്ട്. ആദ്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം സോൾവ് ആക്കി തരൂ, നിങ്ങൾ കലോത്സവം കഴിയട്ടെ പരിപാടി കേട്ട്. ഇപ്പൊ എന്താ പറയുന്നത്? കലാഭവൻ സുമേഷ് കൊടുത്തതില്ല. ഏത് ഐറ്റത്തിന്റെ നോട്ടപ്പുറം ഫോട്ടോ ഉണ്ട്. കേണിയാണോ ആണല്ലോ, കേണിയാണോ? എല്ലാ സ്റ്റേജിലും പൈസ വാങ്ങിയിട്ടുള്ള പരിപാടിയാണ്. പൈസ അറിയല, പൈസ കളി. ഞങ്ങൾ പറയാം ഇപ്പൊ ഫസ്റ്റ് കളിക്കട്ടെ, ഒന്നുമില്ല. ഇപ്പൊ അവരോട് പറയും ഒന്ന് കളിക്കാൻ, ഞങ്ങള് കളിക്കാം, അന്തസ്സോടെ കളിക്കൂ. അവരോട് പറ കളിക്കാൻ, ഞങ്ങള് കളിക്കൂ. എന്നിട്ട് പറയാ
അറിയില്ല. ഇപ്പൊ കിട്ടിയത് തിരുവങ്ങൂർ സ്കൂൾ അപ്പൊ ഗൈസ് തിരുവങ്ങൂർ സ്കൂളിലാണ് മൈമിന് പ്രൈസ് കിട്ടിയത്. അവര് കൊടുത്തത് പിന്നെ ഇതല്ല, ഞങ്ങള് വേറെ സ്കൂളുകാരുണ്ട്. പക്ഷെ ജഡ്ജ്മെന്റ് ചെയ്തത് ഒരിക്കലും ഒരു നിയമമനുസരിച്ചോ പ്രകടനമനുസരിച്ചോ അല്ല. അത് നിങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അല്ലാതെ ഇത് ഞങ്ങൾ കാണികളാണ്. ഈ കാണികൾ മുഴുവൻ ഞങ്ങൾ കുട്ടികൾക്ക് അനീതിയാണ്. അല്ലാതെ സ്കൂളിന്റെ സമ്മാനമല്ല ഇവിടെ വിഷയം. ഒരു കലാ ഉത്സവം എന്ന് പറഞ്ഞ കല ആഭാസല്ല. കാരണം ഈ ഇത്തരം പിന്നെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പൈസ വാങ്ങിയിട്ട് ഇന്ന ടീമിന് മാത്രം സമ്മാനം കൊടുക്കാന്നൊക്കെ എന്താ പറയാ നേരത്തെ പ്ലാൻ ചെയ്തു വരുന്നതാണ് ഈ ജഡ്ജസ്. അപ്പൊ ഡിഒ ഇടപെട്ട് ഈ മത്സരഫലം റദ്ദാക്കണം. അല്ലെങ്കിൽ ഞാൻ പറയാം ഈ ഒരു മത്സരം അവിടെ നടക്കാത്ത രീതിയിലുള്ള പ്രതിഷേധമാണ് കാണികളുടെ ഭാഗത്ത്. ഏത് സ്കൂളാണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഏത് സ്കൂളായാലും ശരി ഇവര് നല്ല രീതിയിൽ പെർഫോം ചെയ്തത് കാണികളായ നമ്മൾ കാണുന്നു. ഒരു കളിയും കളിക്കാതെ എല്ലാം തെറ്റിച്ച ടീമിന് ഫസ്റ്റ് കൊടുക്കുമ്പോ എന്താണ് ഇതിനത്? എന്താണ് ന്യായം? എന്താണ് ഇതിന്റെ നീതി? എന്താണ്? അപ്പൊ ഇത്തരം നീതി ഇത് അനുവദിക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഈ മത്സരഫലം റദ്ദാക്കണം. ഈ മത്സരഫലം റദ്ദാക്കിയിട്ട് ഇനി ഇവര് വെല്ലുവിളിക്കാണ്. ഈ ഫസ്റ്റ് കിട്ടിയ ലാസ്റ്റ് പിന്നിലായി പോയ ടീം പറയുന്നു അവര് വീണ്ടും മത്സരിക്കാം. പക്ഷേ അതെ ഇനിയും മത്സരിക്കാൻ തയ്യാറാണ്. അവർ പറയുന്ന ചില പെർഫോമൻസ് എല്ലാം തീരുമാനിക്കേണ്ടതാണ്. എന്താണ് ഈ ജഡ്ജസ് എന്ന് പറഞ്ഞാല് ഒരിക്കലും ഈ 3 ജഡ്ജസില് ഈ ഒരു ഇതിൽ ഇല്ലാത്ത ആളുണ്ട്. ഒരു നാടൻപാട്ടിന്റെ ജഡ്ജസ് പോലും ഉണ്ട്. നാടൻപാട്ടിന്റെ ജഡ്ജാണോ മൈമിന്റെ ഇത് നോക്കുന്നത്? ഇത്തരം എല്ലാ മത്സരങ്ങളും ഈ ഒരു രീതി നമ്മുടെ ഈ ഒരു സംഘാടകര് പുലർത്തുന്നുണ്ട്. എത്രയും പെട്ടെന്ന് സംഘാടകര് ഇതിന് പരിഹാരം കാണണം. ഞങ്ങള് പോലീസ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ഇപ്പൊ സാറ് പറഞ്ഞ അടിസ്ഥാനത്തില് മാത്രമാണ് ഈ കുട്ടികൾ വഹിക്കുന്നത്. എത്രയും പെട്ടെന്ന് നമുക്ക് ഡിഒ ഓഫീസിൽ നിന്ന് അല്ലെ ഡിഒ ആയിട്ട് ബന്ധപ്പെട്ട് സംഘാടകര് ഡിഒ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു പരിഹാരം ഞങ്ങൾക്ക് ഇത് തരണം. പരിഹാരമൊന്നുമില്ല, മത്സരം റദ്ദാക്കാം, വീണ്ടും മത്സരം നടത്താം, അത്രമാത്രം. സ്കൂളിന്റെ ഒരു സംഘാടകന്റെ ഒരു ആന്റിഡേറ്റോ ഒരു ഒന്നുമല്ല, കാണികളാണ് ഇതിനെതിരെ പരാമർശിക്കുന്നത്, ഇതിനെതിരെ പറയുന്നതും. അപ്പം നമ്മുടെ ആ സ്കൂളിനെതിരെ ഉണ്ടാക്കിയ ഈ ജഡ്ജ്മെന്റ് ഫോൾസ് ആണോ അല്ലേ നമ്മൾ ഇന്ന് വെളിപ്പെടുത്തിയേ മതിയാവും. ആ ജഡ്ജിന്റെ ഫോട്ടോ സഹിതം ആൾക്കാർ കാണിച്ചു തരുന്നുണ്ട് ഇവിടെ എന്ത് തരം അനീതിയാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ഇന്ന് വെളിപ്പെടുത്തും അതിനെതിരെ. അതിലും വലിയ തെറ്റ് പറയുന്നില്ല. ടീം ഇവർക്കും എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം. വെറുതെ കിട്ടിയതാണ്. പൈസക്കാണോ വില എന്നാണ് ചോദിക്കുന്നത്. പൈസക്കാണോ വില? ഞങ്ങളുടെ എഫേർട്ടിനാണോ? നിങ്ങൾ പറ, പൈസക്കാണോ ഞങ്ങളുടെ എഫേർട്ടിനാണോ? ഇവിടെ കാല് വെച്ചിട്ടാ ഞങ്ങൾ കളിച്ചേ. അതുപോലെ ഒരു കാലമില്ല. ഇവിടെ ഒരു ഫൈറ്റായിട്ടുള്ള 3 പേര് കളിച്ചിക്കണ. അതിൽ ഒരാൾക്ക് കൊടുക്കാണ്ട് ഒരു ഡിസർവ് ഇല്ലാത്തവർക്ക് കൊടുത്തേനാണ് ഞങ്ങൾ ഇങ്ങനെ ചോദിക്കണത്. വെറുതെ എല്ലാം ചോദിക്കണത്. ക്ലാസ് കട്ട് ചെയ്ത് +2 ആണ്. ഇതുവരെ ലാബ് പോലും മര്യാദയ്ക്ക് ചെയ്തിട്ടില്ല. എന്നിട്ട് വന്നിട്ട് ഇങ്ങനെ കളിച്ചു പിന്നെ എന്താണ്ടാവാ? കേറാനുള്ളതാണോ? കേറുന്നതിന് മുമ്പ് ഈ ജഡ്ജസ് ഫസ്റ്റ് കിട്ടിയ കുട്ടികളെ വേണ്ടാന്ന് കംപ്ലൈന്റ് കൊടുത്തിക്കണ ആരോ. എന്നിട്ട് അയാള് വന്നിട്ട് അയാൾക്ക് പൈസ കിട്ടിയ സ്കൂളിൽ കൊടുത്ത്. അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഞങ്ങളെന്താ പൈസ കൊടുത്ത് കേട്ടതേ മതി. അപ്പൊ ബാക്കിയുള്ളവരെന്താ പറയാ? ഇപ്പൊ ഫസ്റ്റ് കിട്ടിയവരെന്താ പറയാ? അതേ ഫീലിങ്സ് അല്ലേ ഞങ്ങൾക്ക് കഷ്ടപ്പെട്ട് കളിച്ചിട്ട്? അറിയില്ല. ഗൈസ് തിരുവങ്ങൂർ സ്കൂളിലാണ് ഫസ്റ്റ് കിട്ടിയത്. നമ്മുടെ PMA സ്കൂളിൽ ആൾക്കാരാണ്. എന്തൊരു BMIയോ BMG HSS കുട്ടികളാണ്. ഇവരാണ് മൈമിന് അർഹിക്കുന്ന ഫസ്റ്റ് പ്രൈസ് നേടേണ്ടവർ. എന്തായാലും ഇവര് അപ്പീലുമായിട്ട് മുന്നോട്ട് പോകുന്നതന്നെ പ്രതീക്ഷിക്കുന്നു. ഇതിന്റെ ഇനി എന്ത് സംഭവിക്കും നമുക്ക് എന്തായാലും കണ്ടറിയാം. പിന്നെ അവിടെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാണികളാണ് ഏറ്റവും കൂടുതൽ ഇതിനെതിരെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. കാണികളുടെ കാഴ്ചകളും കാണികൾ എന്താ പറയുന്നത്, ഇതെന്താണ് ശരിക്കുള്ള വിഷയം നമുക്ക് കണ്ടറിയാം. രാവിലെ 3 മണി 4 മണി 5 മണിക്ക് എണീച്ചിട്ടും ഇവിടെ ചിലർ വരുന്നുണ്ട്. എന്നിട്ടും പൈസ കൊടുത്തിട്ട് ജയിക്കുന്നത് എവിടുന്നതാണ്? കോഡ് നമ്പർ 20 തിരുവങ്ങൂർ സ്കൂളിൽ നിന്നാണ് ഫസ്റ്റ് കിട്ടിയതാണ് പറഞ്ഞത്. എത്രയോ മിസ്റ്റേക്ക്, സിനിമ പാട്ട് എല്ലാം അതിലും ആഡ് ചെയ്തു. ഒക്കെ നെഗറ്റീവാണ്. അല്ലാതെ ഞങ്ങളും BM അടിപൊളിയായി ചെയ്താണ്. ഞങ്ങൾക്കൊന്നല്ല റിസൾട്ട് ചെയ്യുന്നത്. അത് എന്തായാലും ആക്ഷൻ എടുക്കണം. നമ്മള് മെഡിക്കൽ കോളേജ് ക്യാമ്പസാ. അപ്പൊ പശുവിന്റെ നമ്മള് മെഡിക്കൽ കോളേജ് ക്യാമ്പസ്. നമ്മുടെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലോണം ചെയ്ത ടീം BM ആണ്. ഏറ്റവും നല്ലോണം ചെയ്ത ടീം BM. ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഫസ്റ്റ് പ്ലേസ് അടിച്ച ടീം കുറെ മൈനസ് പോയിന്റ് ഇട്ടാണ് കുറെ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്.
അവര് ഫിലിം മ്യൂസിക്കും കുറെ സാധനങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറെ അത്ര BM ആ ടീമിന്റെ അത്ര ഇമോഷനോ ആക്ഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ അഭിപ്രായത്തിൽ BM തന്നെയാണ് ജയിക്കേണ്ടത്. BM തന്നെയാണ് ബെറ്റർ. എന്നിട്ടും ഫസ്റ്റ് പ്ലേസ് തിരുവണ്ണൂർ ടീമിന്. അപ്പൊ ഗൈസ് ബേസിക്കലി കാണികളും എല്ലാരും പറയുന്നത് മത്സരിച്ച ആൾക്കാരാണ്, മത്സരാർത്ഥികളാണ്. നേരത്തെ ഞാൻ ആഡ് ചെയ്ത മൈമിൽ മത്സരിച്ച ആൾക്കാരും പറയുന്നത് BMJ ആണ് ആക്ച്വലി ഡിസർവിംഗ് ആയിട്ടുള്ളത്. മനസ്സിലാവേണ്ടാണ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. നമുക്ക് അവർ വൃത്തിക്കാണ് സംഭവം ചെയ്തത്. ഒരു മിസ്റ്റേക്കും ഇല്ല. ഉറപ്പുണ്ടോ? 5-6 സ്കൂൾസ് ജഡ്ജിനെ മാറ്റണമെന്ന് 5-6 സ്കൂൾസ് ഓൾറെഡി കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ജഡ്ജിനെ മാറ്റണമെന്ന്. ആ ഒരു കംപ്ലൈന്റ് വെച്ചിട്ടാണ് ഇത്രയും ലാഗ് ആയ പരിപാടി. 9 മണിക്ക് തുടങ്ങേണ്ടതായിരുന്നു. 9 മണിയായിട്ട് 10-11 മണി സ്റ്റേജിൽ കയറി പരിപാടി എത്ര ലേറ്റ് ആയി. ആ പ്രൊട്ടസ്റ്റ് കാരണം 5-6 സ്കൂൾസ് കൊടുത്തിട്ടും ജഡ്ജിനെ മാറ്റിയില്ല. ഈ ജഡ്ജിനെ വെക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഫൈനലി റിസൾട്ട് വന്നപ്പോ ബയസ്, ഓബ്വിയസ് ആയ ബയസ് അങ്ങനെ തന്നെ കണ്ടു. ഓബ്വിയസ് ബയസ് നമ്മൾ മെഡിക്കൽ കോളേജ് എന്തായാലും താങ്ക് യു. ഇത് ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഇന്ത്യൻ ചാനലുകാരും മീഡിയക്കാരും ഒക്കെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോലീസ് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നടന്ന സ്ഥലത്തേക്ക് പോലീസുകാരൊക്കെ ഉണ്ട് ഇവിടെ. അവര് ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നില്ല. അടി കിട്ടിയാലോ? ഗൈസ്, ഈ കുട്ടി നമ്മളോട് കുറച്ചു മുന്നേ പറയുന്നത് എന്തായാലും അടി ഉണ്ടാവും. എന്റെ എന്താ പറയാ വാക്ക് പൊന്നാട്ട് അങ്ങനെ പറയുന്നില്ല. എന്തായാലും അടി ഉണ്ടാവും, അടി ഉണ്ടാവും. ഉറപ്പല്ലേ ഇത് അടി ഉണ്ടാവുന്നില്ല. ജഡ്ജിങ്ങിന്റെ എന്തോ കുഴപ്പമായതുകൊണ്ടാണ്. എന്താ പേര്? ആര്യ. ജാൻവി ആര്യ നമ്മളിവിടെ ചേർന്നു. അടി ഉണ്ടായാലും എന്തെങ്കിലും അത്ഭുതം ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. സ്വാഭാവികല്ലേ. ഒരു അത്ഭുതവും ഇല്ല. അതൊക്കെ സ്ഥിരമാണ്. ഹായ് ഗേൾസ്, എന്താ പേര്? ഓടിപ്പോയ ട്രോളി വരിക. അഞ്ജനയും RCC ഒക്കെ ഉണ്ട് നമ്മളിവിടെ. എന്തായാലും എങ്ങനെയുണ്ട് ജില്ലാതല കലോത്സവത്തിന്റെ പരിപാടി? അടിപൊളി, അടിപൊളിയാണ്. ഗൈസ്, ഒരു വെറൈറ്റി പേരാണ് ബാഗ് നോബിൻ. ഞാൻ ആദ്യമായിട്ടാണ് ബാഗ് നോബിൻ എന്ന പേരിൽ ഒരാളെ കാണുന്നത്. നല്ല കലോത്സവം. നല്ല ഓക്കെ. അപ്പൊ ഗൈസ്, സാമ്യ ആയതുകൊണ്ട് കളക്ഷനെ പറ്റി ചോദിക്കുന്നില്ല. ബാക്കിയുള്ള എല്ലാവരും ഇവിടെ ഉണ്ട്. കളക്ഷൻ എടുക്കാൻ ഇവിടെ വന്നു. സാമ്യാണ്, പക്ഷെ പറഞ്ഞില്ല. അവരെ പാരന്റാണ്. നിങ്ങളെ കുട്ടി? എന്റെ മോളാണ്. എന്താ പേര്? ഷസ്മിൻ. ഷസ്മിൻ, നിങ്ങളിപ്പോ എന്താ അവതരിപ്പിക്കാൻ വന്നോ കാണാൻ വന്നതോ? നമ്മൾ അവതരിപ്പിക്കാൻ ഇവരുടെ ഇംഗ്ലീഷ് സ്കിറ്റ് ഞാൻ നമ്മളെ ബ്ലോഗിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഫസ്റ്റ് പ്രൈസ് അടിക്കൂലേ? ഈ എനർജിയാണ് നമുക്ക് വേണ്ടി. പിന്നെ നിങ്ങൾക്ക് പേരെന്താ? പാർവതി, ഹൃദ്യ, സാരംഗി, ആരാധ്യ, മൃണാളിനി, ലെന. അപ്പൊ ഗൈസ്, പാർവതി, ബാക്കി പേര് പറഞ്ഞത്. എന്തായാലും സ്കിറ്റ് പൊളിച്ചടക്കുക. ഇങ്ങനെ ഫസ്റ്റ് അടിക്കൂലേ? പറയട്ടോ, ഇത്രയും പരിപാടി നമ്മൾ കവർ ചെയ്തിട്ട് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ അറിയില്ലേനു. എന്തായാലും നമ്മൾ ഇവര് ഇതൊക്കെ ചോദിക്കുക, ഇതെന്താ ഇവിടെ ഇരിക്കുന്നത്? ഗൈസ്, ഇതെന്താ ഇവിടെ ഇരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്? ആരും കാണാത്തൊരു സ്ഥലം. ഗൈസ്, എല്ലാ കെയോസ് എന്ന് വേണേ പറയാം. കുറച്ചു മുന്നേ അവിടെ സംഘർഷം നടന്നു. പോലീസുകാരിൽ ആത്തിട്ടോ കണ്ടിനോ? അപ്പൊ ആ സംഘർഷത്തിന് ശേഷം സമാധാനത്തിന് വേണ്ടി ഇങ്ങോട്ട് വന്നു. പിന്നെ ഇതേതാണ് നമ്മുടെ സിഗ്മ ബോയ്. എന്താ പേര്? ജോമിത്. ഗൈസ്, ജോബിത്തിന്റെ കുട്ടികളെ പേര് ഇരിക്കുകയാണ്. ജോബിത്, എന്താണ് പറയാനുള്ളത്? അറിയില്ല. ഓക്കെ, എന്താണ് ഗേൾസ് പേര്? ദൃശ്യ, ശിവഗംഗ, ആത്മിക, ദേവിക. ഓക്കെ, കെവിൻ. ഓക്കെ, കെവിൻ ആണ് ഇവളുടെ പേര്. നൈസ് ഹെയർ ബൈ ദ വേ. കലോത്സവത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? എടാ, ജോബിന്റെ ക്ലോസപ്പ് ഗൈസ്. സിഗ്മ ട്രോളൊന്നൊന്നുമില്ല. പാവച്ചകനാണ്, അടിപൊളിയാണ്, വൈബാണ്. അവന്റെ സ്റ്റൈൽ തന്നെ കണ്ടറിയാം. ബാഗി ജ്യൂസ് വിത്ത് ഷൂസ്. എടാ, ഇത് എത്ര ഔട്ട്ഫിറ്റ്
എന്തേലും ചായയുടെ സ്വാദ് മുകളിലോട്ട് പോകുന്നവരെ കൂടുന്നു പറഞ്ഞാല് ഇതങ്ങോട്ട് ഇതേതാ സ്ഥലം? എന്തേലും വാ, നിങ്ങളും സംഘർഷത്തിന്റെ ഇടയിൽ സമാധാനത്തിന് വേണ്ടി കൊണ്ട് വന്നാണോ? ഗായത്രി ഓക്കെ ഗേൾസ്, ഇന്നത്തെ ജില്ലാതല കലോത്സവത്തിനെ പറ്റി എന്താണ് പറയാനുള്ളത്? കളക്ഷൻ ഉണ്ടോ? നല്ല അഭിപ്രായം, പ്രത്യേകിച്ച് ഒന്നും പറയാൻ. ഞാനതല്ല ചോദിച്ചേ, ചെക്കന്മാർ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചേ. കുറെ കുട്ടികൾ പറഞ്ഞ കളക്ഷൻ ഉണ്ട്, കുറെ കുട്ടികൾ കളക്ഷൻ ഇല്ലാന്ന്. വാട്ട് യു ഗൈസ്? അത് പല പല സ്കൂൾ ആയതുകൊണ്ട് കുറവാ. പല പല സ്കൂളായതുകൊണ്ട് കുറവാ. അപ്പൊ സ്വന്തം സ്കൂളുണ്ട്. ഇത് ഫോക്കസ് ഓൺ കരിയർ നോട്ട് ബോയ്സ്. സിഗ്മ ഗൈസ്, ഒരു 10-15 സിഗ്മ വേണ്ടി അത് വേറെ വിഷയം. അവരൊന്നും ശരിക്കും സിഗ്മ അല്ല നമുക്കറിയാം. ലബനീസ് അല്ലല്ലോ. കുറെ ആൾക്കാരുണ്ടായിരുന്നു ഞാൻ വന്നപ്പോ, ക്യാമറ കണ്ടിട്ട് എല്ലാം ഓടി. പക്ഷെ അവിടെ രണ്ട് ചെക്കന്മാരുണ്ട്, നമുക്ക് ഓരോ കഴിക്കാം. ഗൈസ്, ഇത്രയും നേരം ഫുള്ള് ജനം ഉണ്ടായിരുന്ന ഏരിയ വ്ലോഗർ എല്ലാം പോയി. ഇതാണ് പവർ. എടാ അതെടുക്ക ഇവിടെ അല്ലെന്നൊരു ക്ലിയർ ഐഡിയ കിട്ടണമെങ്കിൽ ഇതാണ് ആൾക്കാരൊക്കെ പോയി ഇരുന്നോണ്ടിരുന്ന സമാധാനം തേടി. അതാണ് സ്റ്റേജ്. പിന്നെ ഇവിടെയാണ് പോലീസിന്റെ മറ്റേ ഫുഡ് വിതരണവും, ഇവിടെയാണ് മറ്റേത്. ഗൈസ്, അപ്പം അവര് ബുദ്ധി പ്രയോഗിച്ചു. അവിടുന്ന് പരിപാടി കാണാത്തോണ്ട് ഇവിടെ സമാധാനത്തിൽ ഇരുന്ന് കാണുകയാണ്. ഗൈസ്, അപ്പൊ നമ്മളിതാ 2 ഗ്രൂപ്പ് ഓഫ് ഗേൾസ് കഴിഞ്ഞു. അടുത്ത ഗ്രൂപ്പ് ഓഫ് ഗേൾസിലോട്ട് നമ്മൾ ഇന്ന വീഡിയോ എടുക്കുകയാണ്. വെരി ഗുഡ്. എന്താണ് പേര്? ശ്രീദേവി ഉണ്ട്. ആർദ്ര, കൃതിക. ഓക്കെ, ഇന്ന് കലോത്സവത്തിനൊക്കെ വന്നിട്ട് എങ്ങനെയാണ്? എൻജോയ് ചെയ്യുന്നുണ്ടോ? അടിപൊളിയല്ലേ? വൈബല്ലേ? എല്ലാരും ഒരേ ആൻസർ പറഞ്ഞാൽ ശരിയാവില്ല. പിന്നല്ലേ, കുറച്ച് വെയിലുണ്ട്. ഇവിടെ വന്നിരിക്കാനുള്ള എന്താണ് ഇവിടെ വന്നിരിക്കാനുള്ള കാരണം? പരിപാടിയാണ്, സമാധാനമായിട്ട്. കുറച്ചു മുന്നേ അവിടെ വലിയൊരു സംഘർഷം നടന്നു, ലാത്തി ചാർജ്. അത് മൈക്കൊക്കെ എടുത്ത് തോന്നുന്നുണ്ട്. ബേസിക്കലി ലാത്തി ചാർജ് നടന്നില്ല, അത് കുറച്ച് ഓവർ എക്സാജറേറ്റിംഗ് ആണ്. ഒരു കലാപം എന്നാണ് ഒരു ജഡ്ജിനെതിരെ എല്ലാവരും ഇങ്ങനെ സംഘർഷം പറയുന്നു, അതാക്കുന്നു, അടിയാക്കുന്നു. അത് കണ്ടിരുന്നു? കണ്ട്. എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? പക്ഷെ അങ്ങോട്ട് ഇടപെട്ടില്ല. ആരും അറിയില്ല. പിന്നെ ഒന്ന് അറിഞ്ഞൂടാ. ഓക്കെ, നമ്മള് മൈൻഡ് ചെയ്യണ്ട. പിന്നെ ഇതേപോലത്തെ സംഘർഷങ്ങള് സ്വാഭാവികമാണോ? എന്റെ അതിശയം ഉണ്ടോ? സ്വാഭാവികമാണ്. അതിശയമൊന്നുമില്ല. ഇവിടെ എല്ലാ കൊല്ലവും ഇങ്ങനെ നടക്കുന്നതാണെന്നാണ് അറിയില്ല. സബ്സ്ക്രൈബ്. അത് ടോളാൻ പറ്റിയ സീന് വേറെ ആരും പറയില്ല. എന്തായാലും സംഘർഷം നടന്നതിൽ എന്തെങ്കിലും സംഘർഷമൊക്കെ ഇവിടെ നടക്കുന്നതിന്റെ അതിശയം അതിനെപ്പറ്റി ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഗേൾസ്, എന്താ പേര്? ഗൈസ്, വൈകയും പാർവണയും നമ്മളിവിടെ ചേരുന്നുണ്ട്. കലോത്സവത്തിനൊക്കെ വന്നിട്ട് എന്താണ് വൈബ്? വൈബല്ലേ? പിന്നെ നമ്മുടെ ജില്ലാതല കലോത്സവം ഒക്കെ കണ്ടിട്ട് പരിപാടി ഓക്കെ. അവള് സ്പെക്സ് ഒക്കെ ഇട്ട കുട്ടിന്റെ പേരെന്താ? ഗൈസ്, നമുക്ക് സ്പെക്സ് ഇട്ട കുട്ടിനോട് ചോദിക്കാം. വാട്ട്സ് യുവർ നെയിം? ഞാൻ കളിയാക്കി പറയാനല്ലോ, ശരിക്കും പറ. അപ്പം ഇതാണ് ഇവിടെ വന്നിട്ട് ഏറ്റവും സ്വാഗ് ലുക്ക് ഞാൻ കണ്ടത് കുട്ടിന്റെ ആട്ടോ. എന്തേലും പേര്? തേജാലക്ഷ്മി, ദ സ്വാഗർ ഓഫ് ദ ടൗൺ എന്നൊക്കെ പറയില്ലേ, ഏറ്റവും കൂടുതൽ കൂളായിട്ട് സ്വാഗായിട്ട് ഇറക്കുന്നത് തേജാലക്ഷ്മി. എങ്ങനെയുണ്ട് പരിപാടിയൊക്കെ? വൈബല്ലേ? പിന്നെ ചെക്കന്മാരൊക്കെ എങ്ങനെയുണ്ട്? ഫോക്കസ് ഓൺ കരിയർ. എന്താ പേര്? നിരഞ്ജന, നക്ഷത്ര. തേജാലക്ഷ്മിയും ടീമുമാണ് ഗൈസ്. അപ്പം കളക്ഷൻ ഉണ്ടോ? എല്ലാരും കുഴപ്പമില്ലാതെ. കുറെ ആൾക്കാർ ഉണ്ട് എന്ന് പറയുന്നു, കുറെ ആൾക്കാർ ഇല്ലാന്ന് പറയുന്നു. എന്തായാലും ഞാൻ ഹാപ്പിയാണ്. എനിക്ക് റിപ്ലൈ ചെയ്താൽ മതി. എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് എന്ന് പറയോ? സെറ്റ്. അപ്പൊ ഗൈസ്, എല്ലാരും അടിച്ചു പൊളിക്കണം. പിന്നെ കാണുന്നല്ലേ, കളക്ഷനൊക്കെ ഓണ്ടവയാണ്, വന്നോണ്ടിരിക്കുകയാണ്. കുറച്ചു മുന്നേ കളക്ഷൻ കുറവാണ്, ഇപ്പൊ സിഗ്മ. ഇതാണ് ഗൈസ് മന്നാണ് നമ്മുടെ വൈബ് ചെക്കനാണ്, നമ്മുടെ പ്രോ ആണ്. കുറച്ചു മുന്നേ മോനെ അടിയൊക്കെ ഉണ്ടായിട്ട്
ലാത്തി ചാർജ്, അടി, വൻ സംഘർഷം. എന്താ അതിശയം ഉണ്ടോ? എന്താ അതിശയം? ഇതാണ്ടോ മൻഹ വോളണ്ടിയേഴ്സ് നല്ല അടിപൊളിയായിട്ട് എന്താ പൊതുവിദ്യാഭ്യാസ വകുപ്പ്, നാഷണൽ സർവീസ് സ്കീം, NSS ഫ്ലെക്സ് ഒക്കെ വെച്ച് ഇതാണ് ഇവരുടെ തട്ടുകടിയും കാര്യങ്ങളൊക്കെ. നമ്മളിവരെ കുട്ടികളോട് തന്നെ ചോദിക്കുക എങ്ങനെ പോകുന്നു ബിസിനസ്സും കാര്യങ്ങളൊക്കെ. ഐ മാൻ, എന്താ പേര്? മോബിൻ. ഇത് നമ്മളെ മോബിയാണ്. എടാ ഇത് ഈ സ്കൂളിലാണോ? നമ്മളെ NSS വോളണ്ടിയേഴ്സ് ഇപ്പൊ 2 ദിവസം ഇവരെ തട്ടുകട. എന്താണ് പറയാനുള്ളത്? നല്ല തട്ടുകടയാണ്. നിങ്ങൾ ഈ സ്കൂളിലെ കുട്ടികളാ? NSS വോളണ്ടിയേഴ്സ്. ഗൈസ്, NSS വോളണ്ടിയേഴ്സ് നോക്ക്, അടിപൊളി തട്ടുകട, വിശാലമായ തട്ടുകടക്ക് നമുക്ക് വേണ്ടി ഒരുക്കി. എങ്ങനെ പോകുന്നു തട്ടുകട? വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. കച്ചവടമൊക്കെ ഉണ്ടോ? ഓ, നല്ലോണുണ്ട്. എന്താണ് എക്സ്പീരിയൻസ്? ഒരു ജീവിതത്തിൽ ആദ്യമായിട്ട് തട്ടുകട നടത്തുന്നത്? എന്താണ് എക്സ്പീരിയൻസ്? അങ്ങനെയൊക്കെ ചോദിച്ചാ കുഴപ്പമില്ല. ഞാനും ഞങ്ങളെ സ്കൂളിൽ തട്ടുകട നടത്തി. ഞാൻ +1 അടിപൊളിയായിട്ട് പോയിനും കുറെ കച്ചവടം. പക്ഷെ ഞാൻ കുറെ നഷ്ടവും വന്നിക്ക്. ഞങ്ങൾക്ക് ഇതുവരെ നഷ്ടമൊന്നും വന്നിക്കില്ല. ഇനി വരുമോന്ന് അറിയില്ല. എന്താ പേര്? ശ്രേയ. എന്റെ പേരെന്താ? അസ്ന. ഓക്കെ, അപ്പൊ ഗൈസ് ശ്രേയ ഉണ്ട്, അസ്ന ഉണ്ട്. പിന്നെ ജനുവരിയിൽ ചോദിക്കുക, കലോത്സവത്തിൽ വന്നിട്ട് ചെക്കന്മാരൊക്കെ ഉണ്ടോ? നോക്കിയിട്ടില്ല. ഇവിടെ നോക്കിയില്ല. ഇവര് ഇഷ്ടംപോലെ ഉണ്ട് ഇവര്. പൊതുവെ എല്ലാരും വരുമ്പോ നമ്മൾ കാണല്ലോ. അപ്പൊ എന്തായാലും നമ്മൾ ക്യാരി ഓൺ അടുത്ത പരിപാടി. പിന്നെ വേറെന്തൊക്കെ പരിപാടികൾ ഇവിടെ? വേറെ എങ്ങനത്തെ ഐസ്ക്രീം ഉണ്ട്. കുട്ടികള് കുട്ടികളെ തുടങ്ങിയ കുറെ സ്റ്റോൾ ഉണ്ട്. എവിടെ? അപ്പുറത്തോട്ടൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഗൈസ് NSSന്റെ ഇനി ഒരുപാട് സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതൊക്കെ കവർ ചെയ്യുന്നതായിരിക്കും. അങ്ങോട്ട് അശ്വജിത്ത്. ഗൈസ്, നമ്മളിപ്പോ അശ്വജിത്ത് ചേരാണ്. എങ്ങനെയുണ്ടാ കലോത്സവം? ഇഷ്ടമായോ? ഞാൻ കണ്ടില്ല, ഇപ്പൊ വന്നിട്ടുള്ളൂ. ഓക്കെ, അശ്വജിത്ത് കുറച്ച് ഷൈ ആകുന്നു. ഓരോ വിട്ടേക്ക് കലോത്സവത്തിലുള്ള കുട്ടികളാണ്. ഹായ് ബ്രോ, എന്താണ് പേര്? എന്താ പേര്? ഓക്കെ, അരുണ ഉണ്ട് നമ്മളെ കൂടെ ചേരുന്നു. നമ്മളെ കലോത്സവത്തിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഈ സ്കൂളിലെ കുട്ടിയാ? അല്ല, വേറെ സ്കൂളിൽ വന്ന. പിന്നെ ഇത്രയും നേരം കലോത്സവമൊക്കെ ആസ്വദിച്ചു. ഇവിടുത്തെ വൈബിനെ പറ്റി എന്താണ് പറയാനുള്ളത്? എല്ലാത്തിനും നല്ലത്, അടിപൊളി. ബ്രോ, എന്താ പേര്? റോബിൻ. Guys, we have Robin with us. Robin, how is the weather, man? How is everyone? How is everything? എങ്ങനെ പോകുന്നു? അടിപൊളി. പിന്നെ ഇത് നമ്മളെ വേറെ ചെക്കന്മാരുടെ ഒരു ക്ലോസപ്പ് ഷോട്ട്. ഹലോ ഗൈസ്, അപ്പൊ ഇത് നമുക്ക് വേറൊരു ഐസ്ക്രീം സ്റ്റോളിലാട്ടോ നമ്മള് വന്ന്. നിങ്ങള് മൊലാലി ഗൈസ്, ഐസ്ക്രീം സ്റ്റോളിലെ മൊലാലി ചോദിക്കാം. എന്താ പേര്? ഇസ്മായിൽ പ്രവാസിയാണ്. ഇവിടെ ഐസ്ക്രീം സ്റ്റോൾ വെക്കുന്നു. എങ്ങനെ പോകുന്നു കച്ചവടമൊക്കെ? ഗംഭീര കച്ചവടമാണ്, ഗംഭീര പരിപാടിയാണ്. സ്റ്റേഡിയത്തിൽ ഐസ്ക്രീം ഉണ്ട്, 5-6 സ്റ്റാളുകളുണ്ട്. നല്ല സെറ്റപ്പ് പരിപാടിയാണ്. സെറ്റപ്പ് ആദ്യമായിട്ടാണ് സബ് ജില്ല വരുന്നത്. സെറ്റപ്പ് പരിപാടിയാണ്. അപ്പൊ ഗൈസ്, നമ്മളെ ഇസ്മായിൽക്ക് പറഞ്ഞ ഒരു 5-6 സ്റ്റാളിന്റെ അടിപൊളി പരിപാടി, സെറ്റപ്പ് പരിപാടിയാണ്. ഇതാണ് നമുക്ക് ആൾക്കാര് വേണ്ടി. ഇതാണ് നമ്മളെ മൈക്ക് വരുമ്പോ ആൾക്കാർ സംസാരിക്കണം. അതാണ് നമുക്ക് വേണ്ടി. ഇവിടെ ഒരു സ്റ്റാളുണ്ട്. പിന്നെ ഇവിടെ എന്തോ കുട്ടികൾ എന്തൊക്കെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. പോലെ ഗൈസ്, ഈസ് ദ മൈം ടീം. അപ്പൊ ഗൈസ്, എങ്ങനെ പോകുന്നു പരിപാടിയൊക്കെ? പെർഫോമൻസ് കഴിഞ്ഞില്ല? നേരത്തെ മറ്റേ ഇതൊക്കെ വരുന്ന പശു ഇതൊക്കെ ഉണ്ട്. അതെ, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. പിന്നെ നമ്മളെ കൊയിലാണ്ടി ജില്ലാതല മത്സരിച്ച് നിങ്ങൾ മത്സരം കഴിഞ്ഞ് എനിക്കറിയാം ടയർഡാണ്. ഫസ്റ്റ് അടിക്കോ? ഉറപ്പായിട്ടും. എന്താ പേര്? നിരഞ്ജന. സ്റ്റാലിൻ. നിരഞ്ജലാൽ. ഹരി. നിങ്ങളൊക്കെ ഉണ്ടോ ഇതിനകത്തുണ്ടോ? അടിപൊളി. അപ്പൊ എന്തായാലും നിങ്ങളെ മൈമും ഫുള്ള് കാര്യങ്ങളൊക്കെ ഞാൻ ഫുള്ള് കണ്ടു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്നെ ഫസ്റ്റ് പ്രൈസ് അടിക്കാന്ന്. അല്ലല്ല, ഞാൻ ഇവിടെ പരിപാടിയിൽ വന്നിട്ട് ഫസ്റ്റ് ഇന്റർവ്യൂ നിങ്ങളെ. അപ്പൊ എന്തായാലും നമ്മളെ കൊയിലാണ്ടി ജില്ലാതല മത്സരത്തിനെ പറ്റി എന്താ പറയാനുള്ളത്? അടിപൊളിയാണ്. ഓക്കെ, ബൈ. എല്ലാരും സബ്സ്ക്രൈബ് എന്ന് പറയോ? നമ്മളെ എന്തോ പ്രോഗ്രാമിന്റെ വിന്നറാണ്. എങ്ങനെ ചോദിച്ചു? ഇത് ചോദ്യം ചോദിച്ചാണ്. എന്താ ചോദിച്ചു? പൊടിയിട്ട വടിയാന്നുണ്ട്. പൊടിയിട്ട വടിയാന്ന്? പൊട്ട്. അടിപൊളി. എനിക്ക് എന്താ ഗിഫ്റ്റ് കിട്ടി? നീ പോലെ. എന്റെ പേരെന്താ? നിവേദ്. അടിപൊളി. നിവേദിന് ഗിഫ്റ്റ് ഇട്ടോ. പൊടിയിട്ട വടിയാന്ന് എന്റെ പൊട്ട്. അടിപൊളി. നമ്മളെ കൂടെ ഫർഹാൻ ചേരുന്നുണ്ട്.
ഓ ശിത്തിപ്പലൊക്കെ കിടന്ന് ഓടുന്നെടുത്ത് ഓടി പോവാ. ചേച്ചി എന്താ പേര്? ശാന്തി. ശാന്തി. നമ്മളെ കലോത്സവം ഒക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? അടിപൊളിയല്ലേ? എന്താ പറയാനുള്ളത്? നല്ല പരിപാടിയാണ്. നിങ്ങളെ കുട്ടി വെച്ചാൽ അവതരിപ്പിക്കുന്നുണ്ടോ? ഈ വർഷമല്ല, പ്ലസ് ടു ആയതുകൊണ്ട്. എന്താ പേര്? അപ്പൊ ഗൈസ് നമ്മുടെ ഇവിടെ നന്ദു ചെയ്യുന്നുണ്ട്. ഇന്നത്തെ പരിപാടിനെ പറ്റി എന്താ പറയാനുള്ളത്? അടിപൊളിയായിരുന്നു. അപ്പൊ ഗൈസ് നമ്മള് ദൂരദേശത്ത് കുറച്ച് പെൺകുട്ടികളെ നോട്ട് ചെയ്തിട്ട് നമ്മൾ അവരോട് പോയി ചോദിക്കാൻ പോവാണ് പരിപാടിയെ പറ്റിയും പിന്നെ അവരുടെ പേരെന്താ ഇതൊക്കെയാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. പിന്നെ ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ചാല് ഇന്നത്തെ പരിപാടിയിൽ അടി പൊട്ടുമെന്ന് ഉറപ്പാണ്. പക്ഷെ എപ്പോഴാ പൊട്ടുക നമുക്ക് കണ്ടറിയാം. അതേ എനിക്ക് പറയാം. എപ്പോഴാണ് അടി പൊട്ടുക അറിയില്ല. എന്തായാലും പൊട്ടുകയാണെങ്കിൽ അത് ഒരു 1.5 അടിയായിരിക്കും. അത് നമ്മളെ വ്ളോഗിൽ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ എല്ലാ കലോത്സവത്തിനുള്ള പോലെ ഒപ്പനയ്ക്ക് പ്രശ്നം, മറ്റേന് പ്രശ്നം, അതൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ഗ്രൂപ്പ് ഡാൻസ് ആണ് ഹൈസ്കൂൾ. അപ്പൊ ഗൈസ് മേപ്പയ്യൂർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ ഇവന്റ് കളിച്ച ഗ്രൂപ്പാണിത്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ഗൈസ് എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്? സാറാണോ? സാർ കടന്നു വരൂ. എന്താ പേര്? കൃഷി ഋഷിൻ. അപ്പൊ ഗൈസ് ഇവരെ മേപ്പയ്യൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെ ഗ്രൂപ്പ് ഡാൻസ് പഠിപ്പിച്ച ഋഷിൻ സാറും ടീച്ചർ വരുന്ന വിസ്മയ ടീച്ചറും നമ്മളിവിടെ ചേരുന്നുണ്ട്. കുട്ടികളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. എന്താണ് ഈ ഒരു റിസൾട്ട് വേണ്ട എക്സൈറ്റ്മെന്റ് ആണ്. അപ്പം എന്താ പറയാ, മക്കൾ നല്ല കളിച്ചിട്ടുണ്ട്. പിന്നെന്താ പറയാ, ടീച്ചർക്ക് എന്താ പറയാനുള്ളത്? കുട്ടികൾ നല്ല കളിച്ചിട്ടുണ്ട്. ഇനി റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. പിന്നെ ഫസ്റ്റ് അടിക്കോ? ഒരു എനർജി ഇല്ലല്ലോ. ഫസ്റ്റ് അടിക്കല്ലേ? GVHSS കൊയിലാൻഡി സ്കൂളിലെ. ഹലോ, എന്തേലും പേര്? നീ സ്കൂളിലല്ലേ? ശിഫ, നമ്മളെ ജില്ലാ കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? അടിപൊളിയായിട്ട് പോകുന്നില്ലേ? ഓ, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നമ്മളെ NSS വോളണ്ടിയേഴ്സ് സ്റ്റാളിലൊക്കെ കയറി ഫുഡ് കഴിച്ചിട്ടുണ്ടോ? ഓ ഈ സ്കൂളിൽ കുട്ടികൾക്ക് ഫ്രീ ഫുഡ് ഉണ്ടോ? ഉണ്ട്. അതാണ് വൈബ്. ഞാളെ സ്കൂളും NSS വോളണ്ടിയേഴ്സിന്റെ പരിപാടി ഞാള് കയറി ഫുഡ് കഴിച്ചാട്ടോ. എന്താ പേര്? റാനിയ. റാനിയ, അന്നത്തെ കലോത്സവത്തിന് എനിക്ക് എന്താ പറയാ? എനിക്ക് അടിപൊളിയാണ്. പിന്നെ പിന്നെ എന്താ പേര്? നമ്മളിവിടെ ഇൻഷയും ചേരുന്നുണ്ട്. പിന്നെ കലോത്സവമൊക്കെ വൈബല്ലേ? അടിപൊളി. കറങ്ങി നടക്കുക. നമ്മളിങ്ങനെ എല്ലാം നിരീക്ഷിക്കാൻ ഇറങ്ങിയതാ. ഞാനും ഒരു NSS വോളണ്ടിയർ ആണ്. മെയിൻ സംഭവം എന്ന് വെച്ചാല് കറങ്ങി നടക്കുക, വായി നോക്കുക, അതൊക്കെ തന്നെ പേര്. അപ്പൊ ഗൈസ് എല്ലാരും ഇവിടെ ഹാപ്പിയാണ്. ഇവിടെ ഒരു കുട്ടി സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചു നോക്കാം. അല്ല, ഓടിപ്പോയി. എന്തായിരിക്കട്ടെ, വാ. SPC വോളണ്ടിയേഴ്സ് ഉണ്ട് നമ്മളെ കൂടെ ചേർന്ന്. കൊയിലാൻഡി സ്കൂളിലെ SPC വോളണ്ടിയേഴ്സ് ചോദിക്കാം. എല്ലാരും ഓടി. ഇതെടുക്കട്ടോ, ട്രോളാണല്ല. അങ്ങോട്ട് ഓടി. യുവിനുണ്ട്. എടാ, ഓരോ എടുക്കട്ടോ. ഓരോ ബാക്കി ട്രോളാണല്ല. ഈ ഓടിപ്പോകുന്നതൊക്കെ നമ്മള് ട്രോളല. എന്താ പേര് ബ്രോ? ഫോണിലങ്ങ് അലിഞ്ഞ് ചേർന്ന്. എന്താ പേര്? ഓ, കുട്ടി ഇറങ്ങിപ്പോയി. അപ്പം നമ്മളെ ജില്ലാ കലോത്സവത്തിനെ പറ്റി എന്താ പറയാനുള്ളത്? നല്ല കലോത്സവം. കുട്ടികളൊക്കെ ഇവന് കുട്ടികളൊന്നും ഇഷ്ടാക്കില്ല. രസിലാണ്. ഇവനെ എടുക്കട്ടോ. എടാ, വെറുതെ നോക്കും സോഷ്യൽ മീഡിയയില്. അത്രയും പരിപാടികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പം ഇവരിവിടെ സമാധാന പ്രിയരായിട്ട് വെറുതെ ഇരിക്കുന്ന കുറെ കുട്ടികളുണ്ട്. അപ്പൊ നമുക്ക് അവരെയും പോയി വെറുപ്പിക്കാം. ഹായ് ഗൈസ്, ഇനിയും SPC ആയിട്ട് പണിയൊന്നുമില്ല. പണിയുണ്ട്. പക്ഷെ എടുക്കാൻ ഞങ്ങളെ കൂടെയുള്ള എല്ലാരും പോയി. ഞങ്ങൾക്ക് ആരുമില്ല, കൂടാൻ കാര്യമില്ല. പോയി തോന്നുന്നു, ആരെയും കാണുന്നില്ല. ഗൈസ് എന്താ ചെയ്യാ? പല കൂടെ ഉള്ളവരൊക്കെ വീട്ടിൽ പോയി ഇവലെ ഇവിടെ ഒറ്റക്കാക്കിട്ട്. എന്റെ പേരെന്താ? നിവേദ്. നീ ഇങ്ങനെ ബേജാറാവണ്ട. സബ്സ്ക്രൈബ് പറഞ്ഞാൽ എന്നെ വെറുതെ വിടാം. സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ. ഇവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. PUBG ആണോ? യെസ്, PUBG ആണ്. ആര് ജയിക്കും? നിങ്ങൾ 1v1 ആണോ? എടുക്കട്ടോ, ഊക്കാള. ഇത് ഇവിടെ വേറെ ചെക്കന്മാര് ഇവരിവിടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്.
ചേച്ചിമാര് വരുന്നുണ്ട്. ഹായ്, ഇന്നത്തെ കലോത്സവം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? കുട്ടികളുണ്ട്. ഹലോ ഗൈസ്, ഇന്നത്തെ കലോത്സവത്തിനെ പറ്റി എന്താണ് പറയാനുള്ളത്? എല്ലാരും ഓടി. അപ്പൊ ഗൈസ്, NSS വോളണ്ടിയേഴ്സ് ആണ്, 2 ആൾക്കാർ ഓടിപ്പോയി. പിന്നെ ബ്രോ, NSS വോളണ്ടിയേഴ്സ് ആയിട്ട് ഐസ്ക്രീം സ്റ്റാളില് എന്താണ് പറയാനുള്ളത്? നല്ല പരിപാടിയാണ്. കച്ചവടം ഉണ്ടോ? ഓ, നല്ല കച്ചവടം. ഗൗതം. അനുമൃത്. ഓലെ പേരെന്താ? നൈലായൻ തൗമി ഉണ്ട്. നൈലായൻ തൗമി ക്യാമറ ഫിയർ ആണ്, ഒരു ഓടിപ്പോവാണ്, വീണ്ടും ഓടി. അപ്പൊ നൈലായൻ തൗമി നമുക്ക് എന്താ പറയാ BGM ഇട്ടിട്ട് ഇറക്കാം. ഇതാട്ടോ ഇവരെ സ്റ്റാള്. ബട്ടർ സ്കോച്ച് 40, വെനില ഇതൊക്കെയാണ്. അല്ല ബ്രോ, ജനുവലി ചോദിക്കാ, കുട്ടികളൊക്കെ മാലട്ടിക്ക് സ്വാമിയാണ്, അവിടെ പറയാനില്ല. പക്ഷെ മറ്റോ പറഞ്ഞെങ്കിൽ നമുക്ക് ബാക്കിയുള്ളവരോട് ചോദിക്കാം. ഹലോ ഗൈസ്, ജില്ലാതല 64ാമത് ജില്ലാതല കലോത്സവമാണ് ഇപ്പൊ നടക്കുന്നത്. എന്താണ് പറയാനുള്ളത്? സോഷ്യൽ മീഡിയ ട്രോള് വരട്ടോ ഇങ്ങനെ നടന്ന്. നമ്മളുള്ളത് ബാക്ക് സ്റ്റേജ് ആണ്. കുട്ടികളൊക്കെ അവതരിപ്പിക്കുന്നതിന് മുന്നേ ബാക്ക് സ്റ്റേജിലോട്ട് വന്നതാണ്. നമ്മൾ ഇവരുടെ ഗ്രൂപ്പോട് ചോദിക്കാം. ഹായ് ഗേൾസ്, അവതരിപ്പിക്കാൻ പോവാണോ? നെക്സ്റ്റ് പെർഫോമൻസ് 5th പെർഫോമൻസ്. ഓക്കെ, അടിപൊളി. നിങ്ങളെ ടീച്ചറോ സാറോ ആരെങ്കിലും ഉണ്ടോ? അങ്ങോട്ട് പോയിണ്ടോ? എന്തായാലും എന്താ പേര്? ജയാനി, ദേവന, ശ്രീനന്ദ്, ദിയ, ഐഷ, ആര്യമ. ഓക്കെ, അപ്പൊ ഇന്ന് നിങ്ങൾ ഫസ്റ്റ് അടിക്കോ? വൈഗ. ഫസ്റ്റ് അടിക്കോ? അടിക്കും. സെറ്റാക്കൂലേ? സെറ്റ്. അപ്പൊ ഇവര് ഫസ്റ്റ് അടിക്കോ ഇല്ല എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ഇവരുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇന്നത്തെ കലോത്സവം ജില്ലാതല നിങ്ങൾ ഭയങ്കര ടെൻഷൻ ഉണ്ട്. എനിക്ക് ടെൻഷൻ അറിയണ്ട. പിന്നെ എന്താ നിങ്ങൾ കണ്ണകി. 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 എന്തായാലും അടിച്ചു പൊളിക്ക്. ഗുഡ് ലക്ക്. नाम क्या है? अब्दुल मन्ना. गाइस मेरा हमारे साथ अब्दुल मन्ना है. कैसा चल रहा है काम? अच्छा चल रहा है. अच्छा चल रहा है. और कैमरा देखो. आपका नाम क्या है? अब्दुल मन्ना. अब्दुल मन्ना जी. और कैसा चल रहा है? अभी इधर कितना साल हो गया? और 2 साल हो गया. 2 साल हो गया जी. और बहुत अच्छा चल रहा है काम? चल रहा है. कुछ अच्छा है? सब कुछ अच्छा है. ये प्रोग्राम देखने के लिए आए नहीं? आया नहीं, वो माल लेने किया था. मान लीजिए. अभी ये सेल करने के बाद कितना पैसा मिलेगा आपको? मिलेगा 400-500. 4-5. ओके ओके भैया, अब्दुल मन्ना सी यू यूट्यूब में आएगा. ओके, फेमस हो जाएगा. वाह, वॉलंटियर्स ഉണ്ട് ഇവിടെ. എന്താ പേര്? എന്താ പേര്? കീർത്തന. കീർത്തന. ഗൈസ്, നമ്മളിവിടെ കീർത്തന ഉണ്ട്. നിങ്ങളുടെ പേരെന്താ? നിവേദ്യ. വൈഗ. നമ്മളെ ജില്ലാതല കലോത്സവമാണ്. നിങ്ങൾ ഇവിടെ എന്താ പരിപാടി? ഞങ്ങൾക്ക് ഇവിടെ ഡ്യൂട്ടി നിൽക്കാം. വെറുതെ ഇങ്ങനെ നിൽക്കുക. ഞാനും വോളണ്ടിയർ ആയിരുന്നു. അലേന. എന്റെ പേരെന്താ? പ്രിയ. ഗൈസ്, അലേന ഉണ്ട്, റിയ ഉണ്ട്. നമ്മുടെ ജില്ലാതല കലോത്സവത്തിനെ പറ്റി എന്താ പറയാനുള്ളത്? നല്ല പരിപാടി. അടിപൊളി തന്നെ. എല്ലാരും ഈ അടിപൊളി തന്നെ പറയുന്നത്. ഞാൻ ചെരുവിന്റെ ഒരു കാര്യം കേട്ടെ, ചെക്കന്മാരൊക്കെ കളക്ഷൻ ഉണ്ടോ? ഇല്ല. ഇപ്പൊ 3ാമത്തെ കുട്ടിയാണ് പറയുന്നത് കളക്ഷൻ ഇല്ലാന്ന്. ഇല്ലേ? അടിപൊളി. ബാക്കിയുള്ളവരും ഉണ്ട് കേട്ടോ പറഞ്ഞേ. പിന്നെ ചെക്കന്മാര് പറയുന്ന കളക്ഷൻ വളരെയധികം കൂടുതലാണ്. നിങ്ങൾ പെൺകുട്ടികൾ പറയുന്ന കളക്ഷൻ കുറവാണ്. എന്തായാലും എനിക്ക് പിന്നെ നോക്കാൻ നേരല്ല, ഞാൻ വ്ലോഗ് എടുക്കാണല്ലോ. പ്രിയ. തീർത്ഥ. അലേന. പിന്നെ ഞങ്ങൾ 3 സബ്സ്ക്രൈബ് എന്ന് പറയും. സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു. എന്താ പേര്? ചന്ദ്രജ. ചന്ദ്രജ ഉണ്ട്. ചന്ദ്രജ, പരിപാടിയൊക്കെ ഇഷ്ടമായോ? ഓ, അടിപൊളിയല്ലേ? പിന്നെ എന്റെ വ്യൂവേഴ്സിനോട് അതല്ല കാര്യം ചോദിക്കട്ടെ, ജനുവലി ചോദിക്കാം. ചെക്കന്മാരൊക്കെ കുഴപ്പമില്ല. കളക്ഷൻ ഉണ്ടോ? കുഴപ്പമില്ല. അപ്പം 2 കുട്ടികൾ പറഞ്ഞ് ഇല്ലാന്ന്, 5 കുട്ടികൾ പറഞ്ഞ് ഉണ്ട്. ഇപ്പൊ 5 പേർ. പിന്നെ എന്റെ പേരെന്തേലും? ചന്ദ്രജയാണ് നമ്മളെ കൂടെ ചേരുന്നത്. ചന്ദ്രജ, ഇന്ന് അടിച്ചു പൊളിക്കൂലേ? കൂടല്ലേ? പിന്നെ എന്റെ വ്യൂവേഴ്സിനോട് ജസ്റ്റ് സബ്സ്ക്രൈബ് ലൈക്ക് താങ്ക് യു. അപ്പൊ ഓക്കെ, ബൈ ബൈ ഗൈസ്. ഈ മരത്തിന്റെ ചോട്ടിലേക്കുന്ന ഗവർണറുള്ള ചെക്കന്മാരും കുട്ടികളോട് തന്നെ നമുക്ക് ചോദിക്കാം. അങ്ങോട്ട് വാ. ആയി മച്ചാനെ, എന്താ പേര്? अभिजीत. സ്വാമിയാണോ? അപ്പൊ കളക്ഷന്റെ ചോദ്യം ചോദിക്കാൻ പറ്റില്ല. പിന്നെ എന്താണ് പേര്? ഇന്ദ്രജ. എന്റെ ഇപ്പോൾ ഓൾറെഡി ഇന്റർവ്യൂ ചെയ്ത്. എന്റെ പേര് ചന്ദ്രജ എന്നല്ലേ? ഇവിടെ പേര് ചന്ദ്രജ. ഗൈസ്,
എന്റെ പേര് തരൂ. ഇന്ദ്രജ. ഇന്ദ്രജ. ഗൈസ് ഇന്ദ്രജ, ചന്ദ്രജ എന്താണെങ്കിൽ എല്ലാവർക്കും ഒരേ പേര്. ഏച്ചി അനിയത്തി. ഓ ചേച്ചി അനിയത്തി അങ്ങനെ. എങ്ങനെയുണ്ട് പരിപാടി? ഇഷ്ടമായോ? ഇഷ്ടായി. അടിപൊളിയാ? അടിപൊളിയാ. എങ്ങനെയുണ്ടാ പരിപാടി? സാമയതുകൊണ്ട് അധികം പറയാനില്ല. എന്താടാ പേര്? ഇഷ്ടായോ നിവേദി? ആദ്യം പരിപാടിയൊക്കെ ഇഷ്ടായോ? അടിപൊളിയുണ്ടോ? പിന്നെ ജനുവലി ചോദിക്കാണ്, ചെക്കന്മാരൊക്കെ എങ്ങനെയുണ്ട്? ഗൈസ് നമ്മളെ ചേച്ചി ഇവിടെ ഇരിക്കും. ചേച്ചിന്റെ പേര് തരൂ. ഷൈനി. ഷൈനി. ഷൈനി ചേച്ചി ഉണ്ട്. നമ്മളെ മരത്തിന്റെ അടിയിൽ ഇരിക്കുകയാണ്. എല്ലാരും പോലെ നമ്മുടെ 64ാമത്തെ ജില്ലാ റവന്യൂ കലോത്സവമാണ് ഇവിടെ നടക്കുന്നത്. എന്താണ് പറയാനുള്ളത്? വളരെ നല്ല പരിപാടിയാണ്. നല്ല പെങ്ങളെ മകളുണ്ട്. കലബലയാട്ടം എന്ന ഒരു ഇവന്റ് അവതരിപ്പിക്കുന്ന കുട്ടികളാണ്. എന്താണ് പറയാനുള്ളത്? അടിപൊളിയല്ലേ? നിങ്ങൾ ഫസ്റ്റ് അടിക്കോ? അടിക്കുന്ന് പറയും. ഈ കുട്ടികൾ മലബലയാട്ടം ഫസ്റ്റ് അടിക്കുന്നു വിചാരിക്കും. ഏത് സ്കൂളിലാ? തിരുവങ്ങൂർ സ്കൂളിലെ കുട്ടികളാണ്. തിരുവങ്ങൂർ സ്കൂളാണ് അവിടെ മൈമിന് ജയിച്ചിട്ട് സംഘർഷം ഉണ്ടായത്. ഇത് സംഘർഷം ഒന്നും ഉണ്ടാവില്ലാണ്. അടിപൊളിയായിട്ട് എന്ത് ചെയ്യുന്നു നമുക്ക് വിചാരിക്കാം. അപ്പൊ ഓക്കെ. പിന്നെ ഇവിടെ സംഘർഷം ഉണ്ടായില്ല എന്റെ അതിശയമുണ്ടോ? അതിശയൊന്നുമില്ല. കോമൺ. എന്നാ ഓക്കെ, ബൈ ബൈ. ഓലെ എടുത്തോ. നിങ്ങൾക്ക് ഫുഡ് അടിക്കാൻ വന്നാ എന്ത് ഓലെ എടുക്കണ്ട. ഓലെ പിന്നെ ട്രോവാ. എന്താ ഓർഡർ ചെയ്ത്? ഒന്നും ഓർഡർ ചെയ്തില്ല. ഒന്നും ഓർഡർ ചെയ്തില്ലേ? ഇത് നിങ്ങളെ സ്കൂളല്ലേ? അപ്പൊ പിന്നെ സൗജന്യ ഫുഡല്ലേ? ഞാനെ സ്കൂളിലൊക്കെ NSS വോളണ്ടിയേഴ്സ് പരിപാടി ഉണ്ടാക്കിയാൽ ഞങ്ങൾക്ക് ഫുൾ ഫ്രീ ഫുഡാ ഉള്ളത്. ഇതെന്താണെന്ന് അറിയില്ല. ഒരു സൗജന്യ സംഭരണം തോന്നുന്നു. വെള്ളം കാര്യങ്ങളൊക്കെ തണ്ണീർ കുച്ച. എന്താണ് പേര്? റഷീദ് പാണ്ടിക്കോട്. ഇതെന്താ പരിപാടി? ഇത് 64ാമത് കോഴിക്കോട് റവന്യൂ ജില്ലാ കലോത്സവത്തിനെത്തുന്ന മുഴുവൻ ആളുകൾക്കും ശുദ്ധമായ കുടിവെള്ളം നൽകുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. വെൽഫെയർ കമ്മിറ്റിയാണ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. എന്താ പറയാ, ഈ മൺകൂജകൾ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് ഒന്നും അറിയില്ല. അതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സും കൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഒരു ഓർമ്മപ്പെടുത്തലും കൂടെ. അത് പോലീസ് അസോസിയേഷന്റെ കീഴിൽ നടക്കുന്ന ചുക്ക് കാപ്പി വിതരണമാണ്. അത് വെൽഫെയർ കമ്മിറ്റിയുടെ കീഴിലാണ്. സൗജന്യമായിട്ട് വേറെയും കുറെ പരിപാടികളുണ്ട്. എന്താ നിങ്ങളുടെ പേരെന്താ? സൗജന്യ ചുക്ക് കാപ്പി. അതൊക്കെ പോലീസ് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള സൗജന്യ ചുക്ക് കാപ്പി വിതരണമാണ് നടക്കുന്നത്. 3 മണിക്ക് ശേഷം. രാവിലെ ആയിരുന്നു, രാവിലത്തത് കഴിഞ്ഞു. ഇനി 4 മണിക്ക് ശേഷം വരുമ്പോഴത്തേക്ക് ചുക്ക് കാപ്പി റെഡി. അതിന്റെ പണി അവിടെ നടക്കുന്നത്. സൗജന്യം 3 ദിവസവും കലോത്സവ വേദിയിലുണ്ടാവും. ഇപ്പൊ ചൂടുകളുണ്ട്. അല്ല, പോലീസ് ഓഫീസർ. എല്ലാവരും പോലീസുകാരാണ്. പോലീസ് ഓഫീസർമാർ. സൗജന്യമായിട്ട് കുടിവെള്ള വിതരണവും അതുപോലെ തന്നെ ചുറ്റുകാപ്പി വിതരണവും മുഴുവൻ ഇവിടെ കലാസ്നേഹികൾക്കും കലാകാരികൾക്കും കലാകാരന്മാർക്കും ഉൾപ്പെടെ എല്ലാവർക്കും. എന്റെ പേര് ഷക്കിൽ സാർ. ബേസിക്കലി ഇത് പോലീസ് ഓഫീസേഴ്സ് ആണ്. പോലീസ് ഓഫീസേഴ്സ് സൗജന്യമായിട്ട് ചുക്കുകാപ്പിയും വെള്ളമൊക്കെ കൊടുക്കാണ്. എന്റെ പേര് രാഹുൽ സാറിന്റെ. ഉള്ളിൽ കയറാൻ പറ്റുമോ? സാറേ ഉള്ളിൽ കയറാൻ പറ്റുമോ? അപ്പൊ ഗൈസ് നമ്മളിതാ പോലീസ് ഓഫീസേഴ്സ് ചെയ്യുന്ന സൗജന്യ സമയത്തിലേക്ക് ഉള്ളിൽ കയറിക്ക്. സാറിന്റെ പേരെന്തേനു? സാറിന്റെ പേരെന്താ? ഹലോ, ഷാജികുമാർ. ഇവിടെ സൗജന്യമായിട്ട് ചുക്കുകാപ്പിയും ഇതൊക്കെ വിതരണം ഇത് വർഷാവർഷം നടക്കുന്നതാണ്. ഇങ്ങനെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവങ്ങളോ അതേപോലെ ജില്ലാ യുവജനോത്സവങ്ങളൊക്കെ നടക്കാറുണ്ട്. മാഡത്തിന്റെ പേരെന്താ? നീതു. ഓഫീസറല്ലേ? അല്ല, CP. ഗൈസ് എല്ലാ ബ്രാഞ്ചിൽ നിന്നും ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാവരും ഇവിടെ നമ്മളെ കലോത്സവത്തിന് കലാപരമായിട്ടുള്ള ബോധമുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ട് ചുക്കുകാപ്പിയും വെള്ളമൊക്കെ കൊടുക്കുന്ന പരിപാടിയിലാണ്. എന്തായാലും നമ്മൾ ഓഫീസേഴ്സിനൊക്കെ പരിചയപ്പെടാം. മാം ഡ്യൂട്ടിയിലാണോ? പറയല്ല. പേര്? ശോഭ. ശോഭ മാം ഉണ്ട്.
ഗൈസ് ഇവിടെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ബാക്ക് സ്റ്റേജ് ടു റിയാലിറ്റി. ആൾക്കാരുള്ളതിന് ഏറ്റവും താഴെ കുറെ ചെക്കന്മാര് ഇരിക്കുന്നുണ്ട്. ഹലോ ഡ്യൂട്സ്. ഓ എല്ലാരും നല്ല ഡ്രിപ്പിലാട്ടോ വന്ന്. ഷൂസ് കണ്ടാൽ തന്നെ അറിയാം. നൈസ്. ഇവനാണ് ഏറ്റവും ക്ലീനസ്. ഞാനൊക്കെയാണ് ഇപ്പൊ എപ്പോഴേ ചവിട്ടി. കോസ്റ്റ്യൂമർ അവൻ മോഡലിംഗിനൊക്കെ ഉണ്ട്. എന്താ പേര്? കോഴിക്കോട് SMCT ഏതോ ഒരു ഷോപ്പിത്തെ മോഡലിംഗ്. എന്താ പേര്? റഹദീൻ ഷാ. ഗൈസ് റഹദീൻ ഷാ is over here. ഫ്യൂച്ചർ സെലിബ്രിറ്റി, ഫ്യൂച്ചർ മോഡലിംഗ്. റഹദീൻ ഷാ ഷൂ കണ്ടാൽ തന്നെ അറിയാം ഇവനൊരു മോഡലാണ്. വേറെ കൊടുവലി. ഇതാണ് കൊടുവലി ഫിറ്റ്. അടിപൊളി. പിന്നെ ഇവനാണ് ശരിക്കും മോഡലിംഗ്. അല്ല ഞാൻ മോഡലിംഗ് അല്ല, ഞാൻ സപ്പോർട്ടർ. ഓക്കെ. അപ്പൊ ഇന്നത്തെ ജില്ലാതല കലോത്സവത്തിന് കളക്ഷൻ ഒക്കെ ഉണ്ടോ? ഓ കളക്ഷൻ ഒക്കെ ഉണ്ട്. ഇഷ്ടം പോലെ. ഇഷ്ടായോ? ചിഞ്ചിരിമുക്കാടാ. ചിഞ്ചിരിമുക്കിലേക്ക് ഹസാഡി മുക്കില്ലേ അതിലെ പോകുമ്പോ അതിന്റെ. അപ്പൊ ഗൈസ് ചിഞ്ചിരിമുക്കിലാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ എന്നാണ് നമ്മളിവൻ പറയുന്നത്. പിന്നെ എനിക്ക് എന്താ തോന്നുന്നത്? ഒന്നും തോന്നില്ല. കുറവാണ്ട. കുഴപ്പമില്ല. പറഞ്ഞോ. അത്യാവശ്യമുണ്ട്. പിന്നെ നമ്മളെ ഇതെന്താ പറ്റിയ പ്രശ്നം? ഒരുത്തിന്റെ തലടിച്ചു വിളിച്ച. എന്തായാലും നമ്മള് പോട്ടെ. നിങ്ങളെല്ലാരും താങ്ക് യു ഫോർ ഹാവിംഗ് മീ ഗൈസ്. ചാനൽ പേര് ദാനിഷ്. സബ്സ്ക്രൈബ് ചെയ്യാൻ. ഓ നമ്മുടെ ഗ്രൂപ്പ് ഡാൻസിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് ഓരോടെ തന്നെ ചോദിക്കാം. അങ്ങോട്ടോ ഫോട്ടോ കഴിഞ്ഞോട്ടെ. ഫോട്ടോ എടുക്കുക ഗൈസ്. വേറെ കാര്യം പറ്റേ, ഈ ഫോട്ടോ എടുക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സ് എപ്പോഴും ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ഔട്ട് ആവും. എന്നിട്ട് അവരത് എടുക്കുന്നുണ്ട്. നമ്മള് ഇവരുടെ സാറോട് തന്നെ ചോദിക്കാം. കണ്ടിട്ട് സാറാന്ന് തോന്നുന്നു. സാർ വാട്ട്സ് യുവർ നെയിം? സാബു ജോർജ്. ഇതെന്താ ഇവന്റ്? ഗ്രൂപ്പ് ഡാൻസ് ആണ്. ഹൈസ്കൂൾ. നിങ്ങളാണ് അവരെ പഠിപ്പിക്കുന്നത്? 2 ടീം ഉണ്ടായിരുന്നു. ആംഗ്ലോ ഇന്ത്യൻസ് ഗേൾസ് സ്കൂളും പ്രസന്റേഷൻ. പേരെന്താ? സാബു ജോർജ്. അപ്പൊ ഗൈസ് സാബു ജോർജ് സാറിന്റെ കുട്ടികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. സാറെ ഒന്ന് പരിചയപ്പെടുത്തുക. ഹായ് ഗേൾസ്, എന്താണ് പേര്? അമയ, ശ്രീഹര, അന്ന, ദേവദർശിനി, ഐസ. ഇന്നത്തെ ഗ്രൂപ്പ് ഡാൻസ് നിങ്ങൾ ഇവന്റ് കഴിഞ്ഞോ? കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. സൂപ്പർ. ഫസ്റ്റ് അടിക്കോ? അതാണ് വേണ്ടത്. ഇത് വേറെ ടീമാ? അടിപൊളി ടീം. ഫസ്റ്റ് അടിക്കോ? ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടാ? ഓക്കെ. ഫസ്റ്റ് പ്രൈസ് ഉറപ്പ്. സെറ്റ്. അപ്പൊ എന്തായാലും എല്ലാരും അടിച്ചു പൊളിച്ചു. നമ്മളെ കലോത്സവത്തിനെ പറ്റി എന്താ പറയാ? ജില്ലാതല കലോത്സവത്തിനെ പറ്റി മൂടാണ്. പിന്നെ കുറച്ചു മുന്നേ ഭയങ്കര സംഘർഷമൊക്കെ നടന്നു. നിങ്ങളെ കണ്ടിരുന്നോ? സ്കൂളിന്റെ പേരെന്താ? ഓക്കെ. പിന്നെ നിങ്ങളെ സാറിനെ പറ്റി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളെ വീഡിയോ എടുത്തു കൊടുക്കുന്ന ആ ചേട്ടന്റെ പേരെന്താ? അപ്പം ആരും കാണാതെ നമ്മളെ എന്താ പറയാ പോപ്പുലാരിറ്റി ആഗ്രഹിക്കാതെ വീഡിയോ എടുക്കുന്ന എന്താണ് ബ്രോ പേര്? ഗണേശ. എന്തായാലും ഗണേശ ആത്മാർത്ഥ ഞാൻ ഹാറ്റ്സ് ഓഫ് ടു യു മാൻ. ഇത്രയും നേരം വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, ഫുൾ ആത്മാർത്ഥയാണ്. ഇതേപോലത്തെ ആൾക്കാരുള്ളത് കൊണ്ടാണ് ഇവരുടെ സോഷ്യൽ മീഡിയ തിളങ്ങിയിരിക്കുന്നത്. ഇവര് ഫസ്റ്റ് അടിക്കും. ഈ 2 ടീമിൽ ഏതെങ്കിലും ഫസ്റ്റ് അടിക്കും. പിന്നെ എന്താണ് ഗണേശ ചെയ്യുന്നത്? ഞാൻ ഇപ്പം സുവോളജി BSc സുവോളജി ഫസ്റ്റ് ഇയർ ചെയ്തു. ഓക്കെ ഗണേശ, താങ്ക് യു. നൈസ് മീറ്റ് യു. യൂട്യൂബിൽ വരും കേട്ടോ. 63 കൊല്ലമായിട്ട് നമ്മുടെ ഈ സ്കൂളിന്റെ മുന്നിൽ പെട്ടിക്കട നടത്തുന്ന ചേട്ടനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നാരായണ പേര്. നാരായണൻ. ഞാനിവിടെ 63 കൊല്ലായി. ഞാനിവിടെ ഈ ബോയ്സ് ഹൈസ്കൂളായിട്ട് കത്തോണ്ടിയാണ്. അന്ന് ഈ റോഡിന്റെ കൂടെ കുട്ട കല്ലുകളാണ്. മൂരി വണ്ടി പോകുന്ന കാലം. മൂരി വണ്ടി പോകുന്ന ബസ് എന്ന് പറഞ്ഞാൽ ആകെ NB മോട്ടോർ സർവീസ്, പിന്നെ എക്സറൈസ്, MRS മാത്രം. പിന്നെ കാറ് നല്ല കാറില്ല. ഒരു കാറ് മാത്രമേ ഓടുന്നു, മാതുക്കുട്ടിയുടെ ഓട്ടോ കാർ. ആ കാലഘട്ടങ്ങളിൽ കുട്ടിക്കാലത്ത് 13 വയസ്സത്തോടെ 63 കൊല്ലാണ് ഇതുവരെ നമ്മളെ ബോയ് ഹൈസ്കൂളിനോട് ഞാൻ നമിക്കുന്നത്. നമ്മളെ കുട്ടികളുടെ അധ്യാപകന്മാരും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി, നമ്മളെ അന്ന് പഞ്ചായത്താണ്, നമ്മളെല്ലാവരോടും എല്ലാ പാർട്ടി എല്ലാവരോടും നമിച്ചുകൊണ്ട് ഞാൻ ഇന്ന് വരെ ഇവിടെ എത്തി.
സാധനം 78 വയസ്സായി. നാരായണേട്ടനാണ് 63 വർഷം ഇവിടെ ചെയ്യുന്നത്. ഈ 63 വർഷത്തില് ഇന്നേ വരെ നിങ്ങൾക്ക് തോന്നിയിട്ടില്ല ഇത് മതിയാക്കാൻ? അതുകൊണ്ട് എനിക്കിത് മാത്രം മതി. ഇത് മാത്രം മതി. 4 കുട്ടികളുണ്ട്. എല്ലാരെയും കല്യാണം കഴിച്ചു കൊടുത്ത് മോന് കുവൈറ്റ് അനുപ്പടയുണ്ട്. ഒരു കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഞാൻ ഇതോടുകൂടിയാണ് എനിക്കിഷ്ടം ഇതോട് കൊടുക്കാൻ. പക്ഷെ ഇത്രയും സെറ്റപ്പ് ആയിട്ട് എന്തുകൊണ്ട് ഇത് വീണ്ടും ചെയ്തു? അല്ലല്ല, അതിന് ഇവനെ എനിക്ക് മരണം വരെ ചെയ്തോണ്ട് അത്രേ ഉള്ളൂ. കാരണം എനിക്ക് നടക്കാൻ പറ്റുന്ന കാലത്തോടെ ഞാൻ ഇത് ചെയ്യും. നമുക്കൊരു ബുദ്ധിമുട്ടൊന്നും ഇതുവരെ നമ്മളെ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റി ഒന്നും ഉണ്ടായില്ല. കാരണം നമ്മൾ അത്ര ഓരോട് സഹായിച്ചുകൊണ്ട് അവരെ സ്നേഹത്തോട് കൂടിയിട്ട് നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകാൻ അറിയാത്ത കേരളത്തിലില്ല. അതാണ് പവർ. അതായത് ഇത് ഫ്ലാറ്റ്സ് എന്ന് പറഞ്ഞത് അതും സംഭവം പറയാം. ഫ്ലാറ്റ്സ് എന്ന് പറഞ്ഞ ആദ്യമായിട്ട് ഞാൻ ഇറക്കിയത്, നമ്മളാണ് ഇറക്കി ആദ്യം. ഇന്ന് കേരളം മുഴുവൻ ഫ്ലാറ്റ്സ് എന്ന് പറഞ്ഞ സാധനം കണ്ടില്ല എല്ലാവർക്കും. അതിന്റെ പേര് ഫ്ലാറ്റ്സ് എന്നാണ്. അത് ഇഷ്ടത്തിൽ യേശുദാസ് എന്ന് പറഞ്ഞ ഒരാളാണ് അതിന് പേരിട്ടത്. ഫുട്ബോള് കൊച്ചിൻ ബാങ്കിന്റെ മാനേജറായിരുന്നു. മൂപ്പര് ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു കൊച്ചിൻ ബാങ്കിന്റെ. അന്ന് മൂപ്പര് പറഞ്ഞാൽ ഇവിടെ ഫുട്ബോൾ കളിക്കുന്ന കാലത്ത് പീപ്പിൾസ് ക്ലബ്ബ് അന്ന് സ്പോർട്സ് ആണ്, ജോളി ബ്രേസ് പീപ്പിൾസ് ക്ലബ്ബുള്ള കാലത്ത്. കാരണം അതിലൊരു പ്ലെയർ, കാരണം മൂപ്പര് ക്യാപ്റ്റനാണ്, ക്യാപ്റ്റന്റെ ഇതിൽ അങ്ങനെ മൂപ്പരാണ് ഈ ഐസ് കടിച്ചു നിന്ന ആളാണ്. ഇതിനൊരു പേര് ഞാൻ ഇട്ടുതരാന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പരിട്ടാണ് ഇതിന്റെ പേര് ഫ്ലാഷ്. അത് കേരളം മുഴുവൻ ഫ്ലാഷ് ആണ്. ഒരിക്കലും അവരെ ഒരു ടീമിനെ ഇവര് സ്പോർട്സിന് വേണ്ടിയിട്ട് തിരുവനന്തപുരം കൊണ്ടുവരോ, അവിടെ ഭയങ്കര അടി ഒരു ഫ്ലഷ് ഷോട്ട്. അപ്പൊ മൂപ്പര് ഇങ്ങനെ നോക്കിയിരുന്നു. മൂപ്പര് പറഞ്ഞില്ല ഞാൻ ഇട്ടാന്ന്. ഇത്രത്തോളം വേറെ എന്താ പറയണ്ടേ? വേറെ ഒന്നും അറിയാനുള്ള നേരത്തെ താങ്ക് യു, നൈസ് മീറ്റ് യു. നിങ്ങൾ യൂട്യൂബിൽ സ്റ്റാർ. സ്റ്റാർ തന്നെ നല്ലതാ. കുട്ടികളുണ്ടോ? ഉണ്ട്, ആവശ്യത്തിനുണ്ട്. കളക്ഷൻ ഒക്കെ ഉണ്ടോ? ഓ നല്ല കളക്ഷനാ. ഇനി എപ്പോഴും അങ്ങോട്ടുള്ള കഴിച്ചുണ്ട്. ഇതെന്റെ കുട്ടികളോ? അല്ലല്ല ഫ്രണ്ട്സാ. ഓക്കെ ഗേൾസ്, എന്താണ് പറയാനുള്ളത്? വാട്സ് യുവർ നെയിം? സിയോനയും നിഷാനയും നമ്മുടെ കൂടെ ചേരുന്നു. പിന്നെ ബാക്കിൽ വേറെയും കുറച്ച് ചെക്കന്മാരുണ്ട്. അപ്പൊ സിയോന ആൻഡ് നിഷാന, സിയോന വാട്ട് യു ഹാവ് ടു സേ? എങ്ങനെയുണ്ട് ഇന്നത്തെ പരിപാടി? സൂപ്പർ. പെൺകുട്ടികളോട് കളക്ഷനെ പറ്റി ചോദിക്കുമ്പോൾ ചിലവർ പറയുന്നുണ്ട്, ചിലവർ കുഴപ്പമില്ല, ചിലവർ ഇല്ല. നമ്മളെ എക്സാമിന് എത്ര മാർക്ക് കിട്ടിയെന്ന് ചോദിക്കുന്നത്. നിങ്ങളോട് ഞാൻ ജെനുവൻലി ചോദിക്കുകയാണ്, ഡയറക്റ്റ് ആൻസർ ആണ് യെസ് ഓർ നോ. ഇവിടെ ചെക്കന്മാരുണ്ടോ, കളക്ഷൻ ഉണ്ടോ? ഓക്കെ, മ്യൂസിക് വരും. അതെ. പിന്നെ ഇവിടെ വന്നിട്ട് എന്താണ് പറയാനുള്ളത്? ലൈക്ക് വാട്ട് യു ഗൈസ് തിങ്ക്? ഇന്നും വൈബാക്കണ്ടേ? എത്ര നേരമായി കളിച്ചത്, ഒരാളും വരുന്നില്ല. കുറച്ച് സംഘർഷം ഉണ്ടായിരുന്നു ഇവിടെ അന്നേരങ്ങൾ. അത് അവര് പറയണ് ജഡ്ജിമാര് കള്ളത്തരം കാണിച്ചാണ് പറയുന്നത്. അവർക്ക് അറിയുന്ന ആൾക്കാർക്ക് ഇത് കൊടുത്ത് ജഡ്ജി കുറയ്ക്കുകയോ ഇങ്ങനെ ഒരു സംഘർഷം ഇവിടെ അതിശയണ്ടോ? ഇല്ല, അവിടെ സ്ഥിരം നടക്കുന്ന അത് ചെറ്റ പരിപാടിയാണ്. സ്പോർട്സിന്റെ ടൈമിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഗൈസ് വാട്ട്സ് യുവർ നെയിം? റെയ്ഹാൻ. അപ്പൊ റെയ്ഹാൻ പറയുന്നത് നമ്മുടെ ക്യാമറമാൻ ഷാമിലിനെ കാണിക്കാൻ. ഇതാണ് നമ്മുടെ മുത്തുമണി ഷാമിൽ. ഷാമിൽ ഉള്ളതുകൊണ്ടാണ് ഇത് ഫുള്ള് പോസിബിൾ ആയത്. എടാ ഇത് ക്യാമറ അടി. ഷാമില് ഇതാണ് ഗൈസ് ഷാമിൽ. ഷാമിൽ ഉള്ളതുകൊണ്ടാണ് ഇന്ന് വ്ളോഗ് പോസിബിൾ ആയത്. എന്താ പറയാ, ഇന്നത്തെ വ്ളോഗ് എടുക്കാൻ കാരണം തന്നെ ഷാമിലാണ്. ഞാൻ അവിടെ വന്നു, അപരിചിതമായി കണ്ടുമുട്ടി. ഞങ്ങള് ചങ്ക് ബഡീസായി. ഇനി ഞാൻ ഇവനെ ഒരിക്കലും വിടൂല. ഡാനി സ്റ്റോക്സ് എത്ര വളരെ ഉയർന്നാലും ഷാമില് എന്റെ കൂടെ അല്ല ഷാമില്. അതൊക്കെ അത്ര. അപ്പം നേരത്തെ നമ്മൾ എടുത്തു ഓൾറെഡി NSS വോളണ്ടിയേഴ്സിന്റെ കീർത്തനയും ടീമുമാണിത്. കീർത്തന ടീം ഇതൊക്കെ ഫ്രണ്ട്സ് ആണോ? എന്താ പേര്? പുതിയ ആളോ നിങ്ങൾ? ഇത് നിങ്ങളെ വോളണ്ടിയറാ? ഇതാ. അപ്പൊ ഇവര് മൂന്നാളും ഇപ്പോൾ പുതിയതായിട്ട് വന്നത്. ഇവരെ നമ്മൾ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവരുടെ വീഡിയോ ഉണ്ട്. ഇന്ന് ജില്ലാതല കലോത്സവത്തിന് വന്നിട്ട് എന്താണ് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? പിന്നെ വേറെ ചോദ്യം ചോദിക്കുകയാണ്. ജനുവലി ഇവരോട് ചോദിച്ചു, ഇവരൊക്കെ അതിന് ഉത്തരം പറഞ്ഞു. ചെക്കന്മാരുണ്ടോ, കളക്ഷൻ ഉണ്ടോ? ഇവിടെ സിനിമ പോയി. ഓക്കെ, നോക്കിയില്ല ഗൈസ്. ഫോക്കസ് ഓൺ കരിയർ നോട്ട് ബോയ്സ്. അതല്ലേ അത് മനസ്സിലായി. നമുക്ക് എന്നാ ഗൈസ്, നമ്മുടെ ഷാമിൽ മുത്തുമണിയായ ഷാമിൽ നമ്മളെ നാരായണേട്ടൻ ഫ്രീ ആയിട്ട് ഇതാ സർബത്ത് കൊടുത്തിരിക്കുന്നു. നാരായണേട്ടാ താങ്ക് യു. യെസ്. ഓ 2 നമ്മളെ
വ്യൂവേഴ്സിന് കൊടുക്കുകയാണ്. ഓൾ താങ്ക്സ് ടു നാരായണേട്ടൻ. എല്ലാവർക്കും സൗജന്യമായിട്ട് നമ്മള് നാരായണേട്ടൻ സർബത്ത് കൊടുത്തു ഗൈസ്. എങ്ങനെയുണ്ട് ഈ സർബത്ത്? ഉഷാറല്ലേ? ശ്യാമിലേതാ കുറച്ചുകൂടി കുടിച്ചോ? സ്വന്തം ബ്രാൻഡാ നാരായണ സർബത്ത്. അടിപൊളി. അപ്പൊ ഗായ്സ് സ്വന്തം ബ്രാൻഡാണ് നാരായണേട്ടൻ സർബത്ത്. നമ്മുടെ ക്ലോസപ്പ് 16.90 നാരായണേട്ടന്റെ സ്വന്തം സർബത്ത് ഗായ്സ്. അടിപൊളി കഴിക്കാണ്. നടുക്കുന്ന ഡിസ്റ്റർബ് ചെയ്തതിൽ സോറി. അനാമിക എങ്ങനെയുണ്ട് അറ്റ്മോസ്ഫിയർ? ഇതെങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? പിന്നെ അനാമിക ഇന്ന് ഒരുപാട് സംഘർഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈബല്ലേ? അടിപൊളിയല്ലേ വൈബ്? പറയാനുള്ള ഇന്നത്തെ കലോത്സവത്തിനെ പറ്റി? നല്ല കലോത്സവം. അടിപൊളിയാണ് വൈബ്. ഇന്ന് ഇവിടെ സംഘർഷമൊക്കെ ഉണ്ടായിരുന്നു. അതിന് അതിശയം എന്തായിരുന്നു? സംഘർഷം സംഘർഷമാ. ഞാൻ 7.